ജോലി ചെയ്ത് മതിയായി. മുതലാളി എപ്പോഴും എന്നെ ജോലി എടുപ്പിച്ചോണ്ട് അങ്ങനെ മുതലാളി എപ്പോഴും എന്നെ അടിമേനെ പോലെയാ ജോലി ചെയ്യുന്നത്. ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്കാം. സാറിന്റെ കോട്ടും കണ്ണാടിയാണല്ലോ. എന്നാ ഇതിട്ടിട്ടൊന്ന് പുറത്തു പോവാം. മുതലാളി എനിക്കല്ല, മുതലാളിക്ക് എന്തെങ്കിലും പണി കൊടുക്കാം. ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഒന്ന് പോയി നോക്കാം. എന്തോ ലിവർ പോലെ. ഇതെന്തൊരു ഇല താഴേക്ക് വീഴുന്നു. ഇതെന്താ ഒരു മോതിരം. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇതൊന്ന് കയ്യിലിട്ടോക്കാം. ഇതെന്താ എനിക്കൊരു തലകറക്കം പോലെ. എന്താ പെട്ടെന്ന് വീണേ? ഞാനാ നിന്റെ കയ്യിലുള്ള മോതിരം. എന്താ നിനക്കെന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവാൻ വഴിയില്ല. നിന്റെ മുത്തശ്ശന്മാരുപയോഗിച്ച ഒരു മോതിരമാണ് ഞാൻ. എന്റെ പേര് മായാ മോതിരം എന്നാണ്. നിനക്കെന്നെ ആരെയും മയക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. എന്നെ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ആരെ വേണമെങ്കിലും നിന്റെ അടിമയാക്കാൻ കഴിയും. പിന്നെ അവൻ നീ പറയുന്നത് മാത്രമേ കേൾക്കൂ. അതെങ്ങനെ ഉപയോഗിക്കാം? ഇതെങ്ങനെ ഉപയോഗിക്കാം? അതെങ്ങനെ ഉപയോഗിക്കാം? പറ. അതെങ്ങനെ ഉപയോഗിക്കാം? വേഗം പറ. അതെങ്ങനെ ഉപയോഗിക്കാം? ഇത് എത്ര പ്രാവശ്യ വേഗം പറ എന്ന് പറയുന്നു. ഞാൻ പറയാം, നീ ധൃതി വെക്കല്ലേ. എന്തായാലും ഞാനിപ്പോൾ നിന്റെ കൺട്രോളിൽ തന്നെയാ. ഈ മോതിരം നീ ഒരാൾക്കെതിരെ നീട്ടണം. എന്നിട്ട് നീ ബീം ബൂം പാ എന്റെ നിയന്ത്രണത്തിൽ വാ എന്ന് പറയണം. അപ്പോൾ അയാൾ നിന്റെ നിയന്ത്രണത്തിലായിരിക്കും. പിന്നെ നീ ബീം ബൂം പാ നീ എന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോ എന്ന് പറയുന്നത് വരെ അവൻ നീ പറയുന്നത് മാത്രമേ കേൾക്കൂ. സ്വപ്നാണോ കണ്ടത്? ഇത് വെച്ച് ഞാൻ ഒരു പൊളിക്കും. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പാർട്ട് 2 വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യൂ. കിച്ചാണിയുടെ തകർപ്പൻ അഡ്വഞ്ചേഴ്സ് കാണാനായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.